ഹായ് ഓൾ, വെൽക്കം ടു സെറ. ഇന്ന് നമ്മൾ സർഫസ് കെമിസ്ട്രിയാണ് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സർഫസ് കെമിസ്ട്രി എല്ലാ പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സർഫസ് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ക്ലാസിഫിക്കേഷൻ. സർഫസ് കെമിസ്ട്രി അതിൽ നമ്മൾ ആദ്യം അഡ്സോപ്ഷനെ പറ്റി പഠിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിസിക്സ് ഓപ്ഷൻ. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിസിക്സ് ഓപ്ഷനാണ് നമ്മൾ പഠിക്കേണ്ട അടുത്ത പോയിന്റ്. അതിനുശേഷം ഡിസോപ്ഷൻ ആക്ടിവേഷൻ എനർജി, അതുപോലെ അഡ്സോപ്ഷൻ്റെ തെർമോഡൈനാമിക്സ്. എങ്ങനെയാണ് അഡ്സോപ്ഷൻ ഫീസിബിൾ ആവുന്നത്, എങ്ങനെയാണ് അഡ്സോപ്ഷൻ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് അഡ്സോപ്ഷൻ തെർമോഡൈനാമിക്സ്. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. ഒരു അഡ്സോർബൻറ്റിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ ലാങ്മൂർ അഡ്സോപ്ഷൻ ഐസോത്തോം. നമുക്കറിയാം പല തരത്തിലുള്ള ഐസോത്തോമുകളുണ്ട്. അതിൽ ലാങ്മൂർ അഡ്സോപ്ഷൻ ഐസോത്തോം, അതുപോലെ ഫ്രെൻഡ്ലിച്ച് ഐസോത്തോം, അതുപോലെ ബെറ്റ് ഐസോത്തോം, ഗിബ്സ് ഐസോത്തോം എന്നിങ്ങനെ 5ഓളം ഐസോത്തോമുകളെ പറ്റി, 5ഓളം അതിൻ്റെ പ്ലോട്ടുകളെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് തുടങ്ങാം. അതിനു മുന്നേ എന്താണ് സോപ്ഷൻ? സോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് വൺ കോമ്പണൻറ്റ് ടു അനദർ കോമ്പണൻറ്റ്. ഒരു കോമ്പണൻറ്റ് മറ്റൊരു കോമ്പണൻറ്റുമായി അറ്റാച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ സോപ്ഷൻ എന്ന് പറയുന്നത്. ഈ സോപ്ഷൻ തന്നെ 2 തരത്തിലാണ്, അഡ്സോപ്ഷൻ അതുപോലെ തന്നെ അബ്സോപ്ഷൻ. അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം ദ ഫിനോമിനൻ ഓഫ് എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് പെർട്ടിക്കുലർ കോമ്പണൻറ്റ് അറ്റ് ദ സർഫസ് ദാൻ ഇൻ ദ ബൾക്ക് എന്ന പോയിന്റ് സ്ട്രെസ് ചെയ്യുക. അതായത് ഞാനിവിടെ ഒരു പാത്രം എടുത്തു, ആ പാത്രത്തിൽ കുറേ ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ കുറച്ച് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാണ്. ഈ പാർട്ടിക്കിൾസ് നേരെ ഇതിൻ്റെ സർഫസിൽ മാത്രം കിടക്കുകയാണെങ്കിൽ അത് അഡ്സോപ്ഷനാണ്. ഈ അബ്സോപ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ദ മോർ കോൺസെൻട്രേഷൻ ഓഫ് എ പെർട്ടിക്കുലർ കോമ്പണൻറ്റ് ത്രൂ ഔട്ട് ദ ബൾക്ക് ഓഫ് അനദർ കോമ്പണൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി അഡ്സോപ്ഷനാണ് നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക്. അഡ്സോപ്ഷൻ്റെ കേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി അഡ്സോർബേറ്റിനെ പറ്റിയും അഡ്സോർബെൻറ്റിനെ പറ്റിയും മനസ്സിലാക്കണം. അഡ്സോർബേറ്റ് എന്ന് പറയുന്നത് ദ വൺ ഇൻ വിച്ച് ഈസ് ബീയിങ് അഡ്സോർബ്ഡ്. അതായത് ഏതൊരു സർഫസിലേക്കാണോ ഒരു മോളിക്യൂൾ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. ഈ ഇതാണ് അഡ്സോർബേറ്റ്. ഓക്കെ, ഈ അഡ്സോർബേറ്റ് മോളിക്യൂൾ ആയിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് മോളിക്യൂൾസിനെ എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അഡ്സോർബെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണോ അഡ്സോർബ് ചെയ്യപ്പെടുന്നത്, ഈ സ്ട്രെയിറ്റ് ലൈൻ എവിടേക്കാണോ ഈ ഡോട്ടുകൾ, ഈ കുഞ്ഞ് സർക്കിളുകൾ അഡ്സോർബ് ചെയ്യപ്പെടുന്നത്, ഈ ഒരു പോർഷൻ, ഇതിനെയാണ് നമ്മൾ അഡ്സോർബെൻറ്റ് എന്ന് പറയുന്നത്. The component at the surface of which adsorption takes place. അതിനെയാണ് നമ്മൾ അഡ്സോർബെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സോളിഡും ലിക്വിഡുമാണ് അഡ്സോർബെൻറ്റുകളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. എന്തുകൊണ്ടാണ് ഗ്യാസ് യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഗ്യാസ് ഒരു സർഫസ് ആയിട്ട് എവിടെയും നിൽക്കുന്നില്ല. ഗ്യാസിനെ നമുക്കൊരു സർഫസായി പരിഗണിക്കാൻ വേണ്ടി പറ്റില്ല. ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും തെറിച്ച് നിൽക്കുന്നവരാണ്. അവരെ നമുക്കൊരു സർഫസായി ഉപയോഗിക്കാനോ അതിൻ്റെ മുകളിലേക്ക് ഒരു സാധനം അഡ്സോർബ് ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ അഡ്സോർബെൻ്റ് അല്ല. ഓക്കെ, ഈ ടേംസ് ക്ലിയർ ആയി. ഇനി അഡ്സോപ്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. അത് ഫിസിക്കൽ അഡ്സോപ്ഷൻ, ഫിസിസ് ഓപ്ഷൻ, കെമിക്കൽ അഡ്സോപ്ഷൻ, കെമിസ് ഓപ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ഇനി ഫിസിസ് ഓപ്ഷൻ്റെയും കെമിസ് ഓപ്ഷൻ്റെയും ഡിഫറൻഷിയേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എങ്ങനെയാണ് ഫിസിസ് ഓപ്ഷനും കെമിസ് ഓപ്ഷനും വ്യത്യസ്തമായിരിക്കുന്നത്? അത് പഠിക്കാനായിട്ട് നമുക്ക് 8 പോയിന്റുകൾ ശ്രദ്ധിച്ച് പഠിക്കാനുണ്ട്. അത് ഞാൻ FHS RTELS എന്നിങ്ങനെ 8 അക്ഷരങ്ങളായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായി പഠിച്ചതിന് ശേഷം ഇത് പഠിക്കാനുള്ള എളുപ്പവഴി പറഞ്ഞുതരാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ.
എന്തൊക്കെയാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? നമ്മൾ ഒരുപാട് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. അയോണിക് അട്രാക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാവും, അതുപോലെ വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെ പലതരം അട്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഫിസിക്സ് ഓപ്ഷനിൽ വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ കെമിസ് ഓപ്ഷനിൽ കെമിക്കൽ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. കെമിസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് അവിടെ സ്ട്രോങ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഇനി ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതിനെ നമ്മൾ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. റിലീസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എക്സോതെർമിക് പ്രോസസ്സാണ് അല്ലേ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കുറേ ചൂട് പുറത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ എക്സോതെർമിക് പ്രോസസ്സിന്റെ ഫലമായിട്ട് ഫിസിക്സ് ഓപ്ഷൻ നടക്കുമ്പോൾ 20 to 40 കിലോ ജൂൾ പെർ മോള് ഓൾറെഡി 20 to 40 കിലോ ജൂൾ പെർ മോള് പുറത്തേക്ക് വരും. അതുപോലെ കെമിസ് ഓപ്ഷന്റെ കേസിൽ അവിടെ ബോണ്ട് ബ്രേക്കിങ്ങും ഫോമിങ്ങും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് വരും. അപ്പോൾ 40 to 400 കിലോ ജൂൾ പെർ മോള് പുറത്തേക്ക് വരും. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ സർഫസ് കോമ്പൗണ്ട് ഫോർമേഷൻ ആണ്. ആ സർഫസിന്റെ മുകളിൽ ഈ അഡ്സോർപ്ഷൻ നടക്കുന്ന ഫിസിക്സ് ഓപ്ഷൻ ആയാലും കെമിസ് ഓപ്ഷൻ ആയാലും നടക്കുന്ന സർഫസിന്റെ മുകളിൽ എങ്ങനെയാണ് സർഫസ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് ബോണ്ടിങ് നടക്കുന്നത് എന്നൊക്കെയാണ് ഇതിൽ നോക്കുന്നത്. ഇവിടെ ഫിസിക്സ് ഓപ്ഷന്റെ കേസിൽ ഒരു തരത്തിലുള്ള കോമ്പൗണ്ടുകളും ഉണ്ടാകുന്നില്ല. ജസ്റ്റ് മോളിക്യൂൾസ് ഇരിക്കുന്നു, അവർ പോകുന്നു, അങ്ങനെയുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. എന്നാൽ കെമിസ് ഓപ്ഷന്റെ കേസിൽ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് കോമ്പൗണ്ട് ഫോർമേഷൻ ആണ് ഉണ്ടാവുക. അതായത് ഒരു റിയാക്ഷൻ നടക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ ഡെഫിനിറ്റ് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്ന റിയാക്ഷനുകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ഡെഫിനിറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ. ഇനി റിവേഴ്സിബിലിറ്റി നോക്കാം. ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. ഒരു റിയാക്ഷൻ നടക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ഒരു സർഫസ് ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇതൊരു സോളിഡ് സർഫസ് ആണെന്ന് വിചാരിച്ചോളൂ, ഈ സ്ട്രെയിറ്റ് ലൈൻ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് വരുന്നു. അവരവിടെ വരുന്നു, ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ, ഒരു വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടാക്കുന്നു. ആ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കൊണ്ട് അവിടെ മോളിക്യൂൾസ് ഇരിക്കുന്നു. ചിലപ്പോൾ അതിന് തിരിച്ചു പോകാനും മതി. ഇവരിനി എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലേക്കോ ഈ ഗ്യാസ് മോളിക്യൂൾസ് പോകാനും മതി. ഇനി കെമിസ് ഓപ്ഷന്റെ കേസിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. സപ്പോസ് ഒരു ഹേബർ പ്രോസസ് ഒക്കെ എടുത്തു നോക്കാം. ഹേബർ പ്രോസസ് ഒക്കെ N2 + 3H2 gives 2NH3. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡെഫിനിറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവിടെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് ഇറിവേഴ്സിബിൾ ആണെന്നാണ് അർത്ഥം. സോ ഇവിടെ ഈ അഡ്സോർപ്ഷന്റെ കേസിൽ ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഈ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് കെമിസ് ഓപ്ഷനിൽ ഇറിവേഴ്സിബിൾ ആണ്. ഇനി ഫിസിക്സ് ഓപ്ഷന്റെ കേസിൽ ടെമ്പറേച്ചർ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ്. ഈ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനെ നമ്മൾ x/m ആണ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പൊതുവെ സർഫസ് കെമിസ്ട്രിയിൽ x/m എന്നാണ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ്. ഓക്കെ. അതുപോലെ തന്നെ കെമിസ് ഓപ്ഷന്റെ കേസിൽ ഇനീഷ്യലി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ആദ്യം ഒരു ഇൻക്രീസ് ഉണ്ടാവും, അതിനുശേഷം ഡിക്രീസ് ചെയ്യപ്പെടും. ഈ ഇനീഷ്യൽ ഉണ്ടാവുന്ന റൈസ് എന്തുകൊണ്ടാണ്? ആക്ടിവേഷൻ എനർജി ഉള്ളത് കൊണ്ടാണ്. ഇനീഷ്യൽ ഇൻക്രീസ് ഈസ് ഡ്യൂ ടു ആക്ടിവേഷൻ എനർജി. ഇനി ഈ ആക്ടിവേഷൻ എനർജി എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു റിയാക്ഷൻ പ്രൊഫൈൽ വരച്ചു കഴിഞ്ഞാൽ, ഇതാണ് ഒരു എനർജി പ്രൊഫൈൽ വരച്ചു കഴിഞ്ഞാൽ അതിൽ എനർജി നമ്മൾ y ആക്സിസ് എക്സ് ആക്സിസ് നമ്മൾ റിയാക്ഷൻ കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ റിയാക്റ്റൻ്റ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത് നേരെ പോയി പ്രൊഡക്റ്റ് ആവും. സോ ഈ ഒരു ഹൈറ്റ് ഇത് അറ്റൈൻ ചെയ്യുന്നില്ലേ, ഇത്രയും ഒരു എനർജിയിൽ ഇൻക്രീസ് ഉണ്ടാക്കുന്നില്ലേ, ഈ എനർജി റൈസിനെയാണ് നമ്മൾ, ആ എനർജി അറ്റൈൻ ചെയ്യുന്ന പരിപാടിയാണ് ആക്ടിവേഷൻ എനർജി വേണ്ട പരിപാടി. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഇനീഷ്യലി ഇതൊന്ന് റൈസായി പിന്നെ അത് കുറയുന്നത്. ഇനി തന്നെ നോക്കാം നമുക്ക്. ഒരു സർഫസിലേക്ക്, ഇതിപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഈ സോളിഡ് സർഫസിൽ വന്നതെന്ന് വിചാരിക്കാം.
ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത്, ഈ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗ്യാസ് മോളിക്യൂൾസ് അല്ലേ, ഈ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസിന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് പോകാനും മതി, അതായത് ഓൾറെഡി അബ്സോർബ് ചെയ്യപ്പെട്ട ഗ്യാസ് മോളിക്യൂൾസ് പോകാനും മതി. അപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയും. ഇനി എനർജി ഓഫ് ആക്ടിവേഷൻ, ഓൾറെഡി പറഞ്ഞതുപോലെ ഫിസിക്സ് ഓപ്ഷനിൽ എനർജി ഓഫ് ആക്ടിവേഷൻ ആവശ്യമില്ല. എന്നാൽ കെമിസ് ഓപ്ഷനിൽ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ആക്ടിവേഷൻ എനർജി ആവശ്യമുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ ഫീസിബിൾ ആവണമെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് എനർജി ഉള്ള റിയാക്റ്റന്റ് ഒരു സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആ ആക്ടിവേഷൻ എനർജി അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കെമിസ് ഓപ്ഷനിൽ ഇവിടെ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമുണ്ട്. ഇനി ലെയർ ഫോർമേഷൻ നോക്കാം. ലെയർ ഫോർമേഷന്റെ കേസിൽ മൾട്ടി ലെയർ ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഫിസിക്സ് ഓപ്ഷന്റെ കേസിൽ. അതായത് ഒരു സോളിഡ് സർഫസിൽ ആദ്യം കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് വന്ന് അഡ്സോർബ് ചെയ്യപ്പെട്ടു. ഇവര് ഈ സർഫസുമായിട്ട് ഒരു വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി വീണ്ടും സിസ്റ്റത്തിലേക്ക് ഗ്യാസ് മോളിക്യൂൾസ് വരികയാണ്. അവർ വന്നു കഴിഞ്ഞാലും ഈ സർഫസിന്റെ മുകളിൽ ഇനി വെക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല, എല്ലാം ഓക്യുപ്പൈഡ് ആണ്. ഇനി ഇവിടെ ഇതേപോലെ ഈ ഒരു സൈസിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് വന്നിരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ നോക്കുക നിങ്ങൾ, ഇതിന്റെ തൊട്ട് മുകളിൽ അടുത്ത ലെയർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വരും. വന്നിട്ട് ഇവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കും. അതായത് ഓൾറെഡി ഫോം ചെയ്ത ലെയറിന്റെ തൊട്ട് മുകളിൽ വീണ്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് വന്ന് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കും. ഇനി കെമിസ് ഓപ്ഷന്റെ കേസിൽ ഈ സർഫസുമായിട്ട് വരുന്ന മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷനിലാണ് ഏർപ്പെടുന്നത്. ഗ്യാഷ്യസ് മോളിക്യൂൾസ് ആയിട്ട് തന്നെ കൂട്ടിക്കോളും. അവർ ഈ സോളിഡ് സർഫസുമായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസ് വേറൊരാളായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വേറൊരു ഗ്യാസ് മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ ഈ സോളിഡ് സർഫസുമായി റിയാക്ട് ചെയ്യാൻ അവിടെ സാധനങ്ങളൊന്നും ബാക്കിയില്ല, അവിടെ സ്പേസ് ഇല്ല. ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസുമായിട്ട് വീണ്ടും ഇന്ററാക്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒറ്റ ലെയർ മാത്രമേ ഉണ്ടാവും. ഇതിങ്ങനെ എത്രയാണോ സർഫസ് അതിന്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചങ്ങിരിക്കും. ഇതിനെയാണ് നമ്മൾ കെമിസ് ഓപ്ഷനിൽ മോണോ ലെയർ ഫോർമേഷനേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇനി ഫിസിക്സ് ഓപ്ഷന്റെ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് മോളിക്യൂൾസ് വന്നു, അവർ വീണ്ടും പോയി മൾട്ടി ലെയർ ഫോം ചെയ്തു, അങ്ങനെ വരുന്നത് കൊണ്ട് ഇത് നോട്ട് സോ സ്പെസിഫിക് എന്നാണ് പറയുക. ഇനി കെമിസ് ഓപ്ഷന്റെ കേസിൽ ഇത് ഹൈലി സ്പെസിഫിക് ആണ്. ആ സർഫസിന്റെ മുകളിൽ കൃത്യമായിട്ട് അതിന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ, ആ റിയാക്ഷൻ നടക്കാൻ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ? ഈ കെമിസ് ഓപ്ഷൻ സംഭവിക്കൂ. അതാണ് പറയുന്നത് ഇറ്റ് വിൽ occur when there is chemical reactivity between adsorbate and adsorbent molecules. It will occur only when there is chemical reactivity between adsorbate and adsorbent molecules. സോ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഫിസിക്സ് ഓപ്ഷൻ കെമിസ് ഓപ്ഷൻ എന്ന ഡിഫറൻഷിയേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഈ കോഡ് എന്ന് പറയുന്നത് നമുക്ക് സിനിമാ നടൻ ഫഹദ് ഫാസിലിനെ അറിയാം. സോ നമ്മൾ എന്ത് പറയണം? ഫഹദ് ഫാസിൽ സാർ, അത്രയും നീട്ടി പറയണ്ട, ഫഹദ് സാർ നിങ്ങൾ പറയൂ എന്ന് പറയാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഫഹദ് സാർ, FH, ഫഹദ് സാർ, SR. ടെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയൂ എന്നല്ലേ. അപ്പോൾ ടെൽസ് പറയൂ. അപ്പോൾ നമ്മൾ TELS എന്ന് ഓർത്ത് വെക്കുക. ഈ കോഡങ്ങ് എഴുതാം. എന്നിട്ട് നമ്മൾ ആലോചിച്ചെടുക്കുക. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് കോമ്പൗണ്ട് ഫോർമേഷൻ ആണ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിലിറ്റി ആണ്, T ടെമ്പറേച്ചർ, E എനർജി ഓഫ് ആക്ടിവേഷൻ, L ലെയർ ഫോർമേഷൻ, S സ്പെസിഫിസിറ്റി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിസിക്സ് ഓപ്ഷൻ കെമിസ് ഓപ്ഷൻ എന്നുള്ള ഈ ഡിഫറൻഷിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു ചോദ്യം ഈ പാർട്ടിൽ നിന്ന് ഉറപ്പിക്കാം. അതിൻ്റെ മാർക്കും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിസിക്കൽ അഡ്സോർപ്ഷനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ ടെമ്പറേച്ചർ ആണ് ഒന്നാമത്തെ പോയിന്റ് ആയി വരുന്നത്. ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു X/M, അതായത് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനെ X/M എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. അതുപോലെ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഇനി ഈ ടെമ്പറേച്ചറിൻ്റെ കേസിൽ
നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർഫസ് ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഗ്യാഷ്യസ് മോളിക്യൂൾ അഡ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് ഡിസോൾവ് ചെയ്യപ്പെടാനോ എസ്കേപ്പ് ചെയ്യാനോ സാധ്യതയുണ്ട്. ഡിസോൾവ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കുറയുന്നത്. ഇനി പ്രഷറിൻ്റെ കേസിൽ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കും തോറും കൂടുതൽ മോളിക്യൂള് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറയുന്നത്. ഇനി നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് ആണ്. നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത് ഹൈലി ലിക്വിഫയബിൾ ഗ്യാസ് ഈസിലി ഗെറ്റ് അഡ്സോർബ്ഡ്. ഹൈലി ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസസ് ആസ് സൈസ് ഇൻക്രീസസ്. സപ്പോസ് നമ്മൾ ഹീലിയം, നിയോൺ, ആർഗൺ എന്നീ എലമെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് പോകുന്തോറും സൈസ് കൂടും. അപ്പോൾ ആ സമയത്ത് എന്താവും, ലിക്വിഫയബിൾ ആവാനുള്ള സാധ്യതകൾ കൂടും, ലിക്വിഫൈ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടും. അവിടെ മോർ വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ വരും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, ഹൈലി ലിക്വിഫയബിൾ എന്ന് പറയും. ഇവ ഈസിലി ഗെറ്റ് അഡ്സോർബ്ഡ് ഓൺ ദി സർഫസ്. സോ നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത് ഹൈലി ലിക്വിഫയബിൾ ഗ്യാസസ് ഈസിലി ഗെറ്റ് അഡ്സോർബ്ഡ് എന്ന് പറയും. ഇനി നേച്ചർ ഓഫ് അഡ്സോർബെന്റ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ നമ്മൾ എത്ര കണ്ടു കൂട്ടുന്നോ അത്രയും തന്നെ അഡ്സോർപ്ഷൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അത്രയും മോളിക്യൂളിന് അവിടെ ഇരിക്കാൻ വേണ്ടി സ്പേസ് കിട്ടും. സോ അങ്ങനെ ഇൻഫിനിറ്റി ലോങ് ആയിട്ട് ഒരു സർഫസ് ഉണ്ടെങ്കിൽ അത്രയും കണ്ട് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടും. സോ ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ. ഇനി ഈ അഡ്സോർപ്ഷൻ ഉണ്ടാവാൻ എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളില്ലേ അല്ലേ? അപ്പോൾ കോസ് ഓഫ് അഡ്സോർപ്ഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ അഡ്സോർപ്ഷൻ്റെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ അവിടെ റെസിഡ്യുവൽ ഫോഴ്സസ്, അതായത് ഓരോ സിസ്റ്റത്തിലും ഉണ്ടാകുന്ന റെസിഡ്യുവൽ ഫോഴ്സസ് ആണ് ഈ അഡ്സോർപ്ഷൻ്റെ കാരണം. ഇനി ഒരു ലിക്വിഡ് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു സാധാരണ ഏതെങ്കിലും ഒരു ലിക്വിഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂളിന് അതിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെയായിരിക്കും ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെയായിരിക്കും ലിക്വിഡിൻ്റെ കേസസിൽ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. എന്നാൽ അതിൻ്റെ സർഫസിൽ ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിന് ആ ലിക്വിഡിൻ്റെ ആ സിസ്റ്റത്തിലേക്ക് മാത്രമേ അട്രാക്ഷൻ ഉണ്ടാവൂ. ഇതിൻ്റെ മുകളിലേക്കൊന്നും കൃത്യമായിട്ടുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാട്ടറിൻ്റെ കേസിലൊക്കെ സർഫസ് ടെൻഷൻ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാം, വാട്ടറിൻ്റെ മെനിസ്കസ് ആ ഒരു കർവ് വരുന്നത് എന്തുകൊണ്ടാണ്, ഈ റെസിഡ്യുവൽ ഫോഴ്സ്, ഈ നോൺ യൂണിഫോം ഓർ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്. സോ അത് തന്നെയാണ് ഈ അഡ്സോർപ്ഷൻ്റെ കാരണവും എന്ന് പറയുന്നത്. സോ നോൺ യൂണിഫോം ഓർ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ് ഈ ലിക്വിഡിൻ്റെ കേസിൽ കോസ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി സോളിഡിൻ്റെ കേസിൽ അൺസാറ്റിസ്ഫൈഡ് ഫോഴ്സസ് തന്നെയാണ്. ഈ അൺസാറ്റിസ്ഫൈഡ് ഫോഴ്സസ് ആയാലും നോൺ യൂണിഫോം ഫോഴ്സസ് ആയാലും ഇനി അൺബാലൻസ്ഡ് ഫോഴ്സസ് ആയാലും എന്തായാലും ഒന്നാണ്. സോ ഒരു സോളിഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് ഈ സോളിഡിലുള്ള കുറേ മോളിക്യൂളാണ്. സോ ഇവർ തമ്മിൽ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒന്നും ഒക്യുപ്പൈ ചെയ്യാൻ റൂമില്ല. അതായത് ആ മോളിക്യൂള് ചുറ്റിലും വേറെ ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ടെൻഡൻസി കാണിക്കുകയാണ്. സോ അവിടെ അൺസാറ്റിസ്ഫൈഡ് ഫോഴ്സസ് ഉണ്ടാവും ഇതിൻ്റെ സർഫസിൽ മൊത്തം. അതാണ് ഈ സോളിഡിൻ്റെ കേസിൽ അതിൻ്റെ കോസ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അഡ്സോർപ്ഷൻ്റെ തെർമോഡൈനാമിക്സിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അഡ്സോർപ്ഷൻ്റെ തെർമോഡൈനാമിക്സിൽ നമുക്കറിയാം ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നാണ്. ഇവിടെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. സോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന ടേം നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എന്നായിരിക്കും. സോ ഇവിടെ ഫോർ അഡ്സോർപ്ഷൻ
ഇവിടെ റാൻഡംനെസ് കുറയുകയാണ് ചെയ്യുക. റാൻഡംനെസ് ഡിക്രീസസ് ഡ്യൂ ടു അഡ്സോർപ്ഷൻ. റാൻഡംനെസ് ഡിക്രീസസ് ഡ്യൂ ടു അഡ്സോർപ്ഷൻ. അപ്പോൾ റാൻഡംനെസ് കുറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ഓഫ് റാൻഡംനെസ് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് എൻട്രോപ്പി ആണ് അല്ലേ, ഡെൽറ്റ എസ് എൻട്രോപ്പി ആണ്. സോ റാൻഡംനെസ് ഡിക്രീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. സോ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിൽ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നെഗറ്റീവ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെൽറ്റ എസ് എന്ന് നമുക്ക് കിട്ടും. സോ ഇതൊരു എക്സോതെർമിക് പ്രോസസ്സാണ് എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ട് നെഗറ്റീവ് ആണോ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡെൽറ്റ എച്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടി ഡെൽറ്റ എസിനേക്കാളും കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അഡ്സോർപ്ഷൻ ഐസോതേമിനെ പറ്റിയാണ് പറയാനുള്ളത്. അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കും, എന്നിട്ട് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വേഴ്സസ് പ്രഷർ പ്ലോട്ട് ചെയ്യുന്ന പരിപാടിയാണ് അഡ്സോർപ്ഷൻ ഐസോതേം. ഓക്കെ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ബൈ എം അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ. സോ തീറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ്. പി എന്ന് പറയുന്നത് പ്രഷർ പി. സോ തീറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. സോ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് തീറ്റ പി, നമുക്ക് ആദ്യം പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? നമ്മളെ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടും. ഒരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഈ നമ്മളെ സർഫസിൽ ഒരുപാട് അഡ്സോർപ്ഷൻ നടന്ന് അവിടെയുള്ള എല്ലാ സ്പേസും തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്സോർപ്ഷൻ സാച്ചുറേഷനിലേക്ക് എത്തും. അവിടെ അഡ്സോർപ്ഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടും. സോ അഡ്സോർപ്ഷൻ ഐസോതേം ഇങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക. അഡ്സോർപ്ഷൻ ഐസോതേം. ഇനി അഡ്സോർപ്ഷൻ ഐസോബാർ. അഡ്സോർപ്ഷൻ ഐസോബാർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് അഡ്സോർപ്ഷൻ ഐസോബാർ. അഡ്സോർപ്ഷൻ ഐസോബാറിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വേഴ്സസ് ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വൈ ആക്സിസിൽ, ഇവിടെ ടെമ്പറേച്ചർ ടി, ഇവിടെ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഇവിടെ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആസ് തീറ്റ ഇൻക്രീസസ്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, തീറ്റ ഡിക്രീസസ്. സോ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുക. ഇനി അഡ്സോർപ്ഷൻ ഐസോസ്റ്റീർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ, അറ്റ് കോൺസ്റ്റന്റ് തീറ്റ, അറ്റ് കോൺസ്റ്റന്റ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ, അവിടെ ടെമ്പറേച്ചർ വേഴ്സസ് പ്രഷർ പ്ലോട്ടാണ് വരിക. ഇവിടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരേ സമയം ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറയണം, എന്നാൽ പ്രഷർ കൂടുന്ന സമയത്ത് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറും കൂടുന്നുണ്ട്, പ്രഷറും കൂടുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ചാടിക്കളി ഉണ്ടാവും. സോ നമ്മൾ പ്ലോട്ട് ഇങ്ങനെയാണ് ഡ്രോ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇത് വിശദമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഷുവറായിട്ടും മാർക്ക് ഉറപ്പിക്കാം. താങ്ക് യു ഫോർ ലിസണിങ്.